അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ ദീനാണ് പരിശുദ്ധ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് മുസ്ലിങ്ങളായ നമ്മൾ എല്ലാ രീതിയിലും ലോകത്തിലെ മറ്റ് മതവിഭാഗങ്ങളെയും മറ്റ് മതവിശ്വാസമില്ലാത്തവരെയും അപേക്ഷിച്ചുകൊണ്ട് ത്യാഗോജ്വലമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ മതത്തിന് ഓരോ മേഖലയിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മതമാണ്. ഇത് മറ്റൊരു കൂട്ടർക്കും ഇല്ല. മറ്റ് ഏത് മതവിശ്വാസികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിയാലും അവർക്ക് ദൈവിക കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളിയിൽ പോക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോക്ക് എന്നതിൽ മാത്രം പരിമിതപ്പെടുന്നു. അതേസമയം ഒരു സത്യവിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് എന്ന് തുടങ്ങി അവൻ്റെ കച്ചവടം, അവൻ്റെ സാമ്പത്തിക മേഖല എന്നിങ്ങനെ എവിടെ പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെയെല്ലാം മതത്തിൻ്റെ നിയന്ത്രണമുണ്ട്. ഇങ്ങനെ നിയന്ത്രണമുള്ള മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. അത് എല്ലാ മതക്കാരും സമ്മതിച്ചതുമാണ്. എന്നാൽ പോലും ഈ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ, അതായത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ ചിലർ പറഞ്ഞ് ധരിപ്പിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലഘട്ടമാണ്. അല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിനെ എതിർക്കുന്നതിന് ഓരോരുത്തർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യമുണ്ടായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ അറിയപ്പെട്ട ഒരു വ്യക്തി ഖാറൂൻ. അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് എതിർത്തത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം എത്തിയാൽ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തിരുന്നു. അതിന് പ്രത്യക്ഷമായ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരിൽ നിന്ന് നബുവത്ത് വിട്ടുപോയി എന്ന ദേഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അവർ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് എതിർത്തില്ല. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എതിർത്തിയ ആൾ ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് എന്ന് പറയുന്നൊരു മനുഷ്യനായിരുന്നു. കാരണം അയാൾ മദീനയിൽ ഒരു ഭരണാധികാരിയാക്കി എല്ലാവരും കൂടി പ്രഖ്യാപിക്കാനിരിക്കുന്ന സമയത്താണ് അവർ ഇസ്ലാമിനെ പറ്റി കേട്ടറിഞ്ഞത്. അങ്ങനെ അഖബ ഉടമ്പടിയിലൂടെ കുറേ പേര് വിശ്വാസിയായി. അതിന് ശേഷം അവർ റസൂലുള്ളാഹിനെ മദീനയിലേക്ക് സ്വാഗതം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ നടത്തി മദീനയിലെത്തിയതോടുകൂടി ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് എന്ന മനുഷ്യൻ്റെ ഭരണാധികാരിയാകാനുള്ള സ്വപ്നങ്ങൾ അവസാനിച്ചു. അതോടെ അയാൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നിൽക്കുകയും അല്ലെങ്കിൽ പേരുകൊണ്ട് മുസ്ലിമായി നിൽക്കുകയും ഇസ്ലാമിനെതിരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും ഏതവസരമാണ് കിട്ടുന്നത് അപ്പോൾ പാരപണിയാമെന്ന് ശ്രമിച്ചുകൊണ്ട് നിലയുറപ്പിക്കുകയും ചെയ്ത യുദ്ധപശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കാലഘട്ടത്തിൽ എങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാലും ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന, അപ്പം നമ്മൾ ചിന്തിക്കുക ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങൾ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? ഇവിടെ നിന്ന് നമ്മളെ മറച്ചു വെക്കാൻ നമ്മുടെ പള്ളികൾ മറ്റു മതക്കാർ വന്നിട്ട് കാണാറുണ്ട്. അതുപോലെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് മറ്റു മതക്കാരിൽ നിന്നൊന്നും മറച്ചു വെക്കാനില്ല എന്നത് പരമമായ സത്യമാണ്. കാരണം നമുക്കാകെ മറച്ചു വെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നമുക്കാകെ മറച്ചു വെക്കാനുള്ള നമ്മൾ നോമ്പ് നെറ്റിനോ ഇല്ലേ എന്ന വിഷയം മാത്രമാണ്. കാരണം ഒരാൾ ഭാര്യേൻ്റെ മക്കളെടുത്ത് നിന്നൊക്കെ അത്താഴമൊക്കെ കഴിച്ച് എനിക്ക് നോമ്പാന്ന് പറഞ്ഞിട്ടേ അയാൾ സ്വകാര്യമായിട്ട് വെള്ളം കുടിക്കുകയോ ചായ കുടിക്കുകയോ ചെയ്ത് അങ്ങനെ മറച്ചു വെക്കാമെന്നല്ലാതെ ഇസ്ലാമിൽ മറച്ചു വെക്കാമെന്ന് വേറെ ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പോലും ചില ആളുകൾ ഇപ്പോഴും അവർ എക്സ് മുസ്ലിം എന്ന് പേര് ഉപയോഗിക്കാറുണ്ട്. എക്സ് മുസ്ലിങ്ങളെ പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആഗ്രഹം എന്താ? ഇവിടെ ചില ആളുകൾ അവർ ഖുർആൻ പഠിച്ചു, ഖുർആൻ പഠിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ കുറേ പോരായ്മ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ലോകത്തിൻ്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിനെതിരെ ഇസ്ലാം മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്നും അല്ലാതെയും ഒരുപാട് പേര് ഇതേപോലെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ചരിത്രം അതിൻ്റെതായ അനുഭവങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കൊടുതി ആർക്കാണെന്നറിയോ? ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ അവമതിക്കാൻ ശ്രമിക്കുന്നവർ. അത് സമൂഹത്തിൽ മറ്റു മതങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ജീവിതം മോശമായിരുന്നു എന്നൊക്കെ പറയുന്നവർ. ഇതെന്തിനാണ് ഇവർ പറയുന്നതെന്നറിയോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ മറ്റെല്ലാത്തിനേക്കാളും അവനെ മനസ്സിൻ്റെ പുൽക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവൻ പറഞ്ഞാലും വേണ്ടിയില്ല, പുറത്തുള്ളവൻ പറഞ്ഞാലും വേണ്ടിയില്ല, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദന ഉണ്ടാക്കും, സംശയമില്ല. അതുകൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വാൾ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമോ, മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാലും അവൻ്റെ തല ഞാൻ എടുക്കും ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അത് പണ്ടത്തെ സഹാബികളുടെ ഈമാനാണ്. ഇനി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും നിസ്കാരത്തിലും ജമാഅത്തിലും പോലെയുള്ള കാര്യങ്ങളിലൊന്നും വല്ലാതെ കൃത്യതയൊന്നും നോക്കാറില്ല. നമുക്കൊന്നും അതിന് അവസരം കിട്ടാറില്ല. പലരും അതിന് വീക്കാണ്. ഇസ്ലാമികമായ ജീവിതത്തിനെ പറ്റിയിട്ട് പലരും വീക്കാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാവും. 100% നമ്മളൊന്നും മതപരമായ ജീവിതത്തിൻ്റെ കാര്യത്തിൽ കറക്റ്റല്ല. പക്ഷേ അള്ളാൻ്റെ റസൂലിനെ പറ്റിയിട്ട് ഒരുത്തന് എന്തെങ്കിലും ഒരു തോന്നിയസം പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് മുറിവേൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആർക്കെങ്കിലും മുറിവ് തോന്നുന്നില്ലെങ്കിൽ ഓൻ ചിന്തിക്കണം, ഓൻ ഈമാനിൻ്റെ ഒരല്പ അംശം പോലും ഇല്ലാത്ത രൂപത്തിൽ ഈമാൻ്റെ തീ അവൻ്റെ മനസ്സിൽ നിന്ന് കെട്ടുപോയി എന്ന്. അപ്പം ഇവരുദ്ദേശിക്കുന്ന എന്താ? ഈ എക്സ് മുസ്ലിങ്ങൾ ഈ റസൂലുള്ളാഹിനെ കുറ്റം പറയുക. അത് കേൾക്കുമ്പോൾ വിശ്വാസികൾ വയലൻ്റ് ആവും. ഓന് അധികം ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ തെറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഈ വിശ്വാസികളായ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വേദന ഉണ്ടാക്കും. ഇവർ പോയിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടും. അവിടെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, കള്ളാ തെണ്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടും. ഇങ്ങനെ കമൻറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആ വീഡിയോൻ്റെ പ്രൊമോഷൻ യൂട്യൂബ് തന്നെ നേരിട്ട് ഏറ്റെടുക്കും. അങ്ങനെ ഓനൊരു 1000 ആളെ കാണിക്കാൻ വിചാരിച്ചതാണെങ്കിൽ 1,00,000 ആളിലേക്കെല്ലാം എത്തും. അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമോ? പിന്നെ ഓനെ അതിൻ്റെ വകയിൽ പൈസ കിട്ടും. അതാണ് ഉദ്ദേശം.
അപ്പം നമ്മൾ പലർക്കും യൂട്യൂബിനെ പറ്റിയിട്ടോ അതിൻ്റെ പോളിസീനെ പറ്റിയിട്ടൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളും പോയിട്ട് കമൻ്റ് ഇട്ടിട്ട് അതിൽ പെട്ടു കൊടുക്കും. ഇങ്ങനെ കാണുമ്പോൾ ഇത് കൂടുതൽ എത്തും ആർക്കാണെന്നറിയോ? ഈ റസൂലുള്ളാഹിക്കെതിരായിട്ട് സെർച്ച് ചെയ്ത വീഡിയോകൾ സെർച്ച് ചെയ്ത ആളുകളുണ്ടാവും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സംഖ്യകൾ. അവരടുത്തേക്ക് കിട്ടും. അവരടുത്തേക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യൂ? ഭയങ്കര ആഘോഷമായി അവൻ എടുത്തിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവന് പൈസ ഉണ്ടാക്കി കൊടുക്കുക, കിട്ടുക എന്നതാണ് ഇവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആരും ഞാൻ പേരെടുത്ത് പറയല്ല കേട്ടോ, എല്ലാവരും ഇതാണ് ഇതിൻ്റെ പരിപാടി. അതിൽ നമ്മൾ പെട്ടു കൊടുക്കണേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവും ജീവിതവും തുറന്ന പുസ്തകമാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ, റസൂലുള്ളാഹിനെ എതിർക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയുള്ളൂ, പരമാവധി റിപ്പോർട്ട് അടിച്ചേക്കണം. അങ്ങനെയാണ് നമ്മളതിന് പ്രതികരിക്കേണ്ടത്. അല്ലാണ്ട് അത് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ലൈക്കോ ഡിസ്ലൈക്കോ കമൻറ്റോ ഇട്ട് കൊടുക്കുക അല്ല വേണ്ടത്. ഒരാൾ നെഗറ്റീവായിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബ് പിന്നെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയല്ലേ, അത് പ്രൊമോട്ട് ചെയ്യുക കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ഇവർക്ക് ആ വകയിലൊരു വരുമാനം ഒന്നാമത് ഇവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, കേരളത്തിൽ പ്രത്യേകിച്ച് മതപരമായിട്ട് ഡിവൈഡ് ചെയ്തു പോയാൽ മനസ്സിൽ ഇങ്ങനെ ഇസ്ലാമിനെ പറ്റിയിട്ട് ഇസ്ലാമോ ഫോബിയ വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്, സംഘികളും ക്രിസംഘികളും. അവരെന്ത് ചെയ്യുക? ഇങ്ങനെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ട് അവരെത്തുനിന്ന് കിട്ടാവുന്നത് ഊറ്റിയെടുക്കുക. ഒരു കണക്കിന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇപ്പം അടുത്ത്. ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരക്കും എത്രേ. അങ്ങനെ എന്ത് ചെയ്ത് ഈ സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരക്കുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഈ കച്ചവടം നടക്കണം. അതിന് പെണ്ണുങ്ങൾ ചെയ്ത പണി എന്താ? ഞാൻ ചിത്രം വരക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്നോട് ഭയങ്കര വെറുപ്പാണ്, എന്നെ മഹലിൽ നിന്ന് പുറത്താക്കി. എൻ്റെ നാട്ടിലെ മൂല്യാർ എൻ്റെ കുട്ടികൾ മദ്രസ പോയ വെറുതെ ഒരാവശ്യമില്ലാണ്ട് പിടിച്ച് കുട്ടീനെ അടിക്കുവാൻ. അപ്പോൾ എന്നെ സമുദായം ബഹിഷ്കരിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ വിൽക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഗുരുവായൂർ പോയവർക്കെല്ലാം അറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഈ അന്യമതസ്ഥരൊന്നും കടത്തി വിടില്ല. പക്ഷെ അവിടെ അതിൻ്റെ പുറത്ത് പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഈ പൂജാ സാധനം വിൽക്കുന്നതായിട്ടും ഇതുപോലെ ഫോട്ടോ വിൽക്കുന്നതൊക്കെ ഷോപ്പുകളുണ്ട്. അവിടെ എന്ത് ചെയ്യാന്ന് പിന്നെ ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് വിൽക്കുക. പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തായാലും മുസ്ലിങ്ങൾ ബഹിഷ്കരിച്ചു കളഞ്ഞു. പണ്ട് ഈ ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു കാക്കേൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കാക്കകളുമായിട്ട് തെറ്റിയിട്ട് കൂമനെ ന്യായീകരിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കൂമന്മാരെ കൂട് കത്തിച്ചേ എന്ന രീതിയിലുള്ള ഒരു തത്വശാസ്ത്രമാണ് ഈ സ്ത്രീ സ്വീകരിച്ചത്. അവരുടെ ചെന്ന് പറഞ്ഞു, എൻ്റെ സമുദായം എന്നെ ബഹിഷ്കരിച്ചു, എനിക്ക് യാതൊരു രക്ഷയില്ല, എന്നെ നിങ്ങൾ സ്വീകരിക്കണം, എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്നും പറഞ്ഞിട്ട് ഇവൾ ഫോട്ടോ അങ്ങ് കച്ചവടം ചെയ്യൽ തുടങ്ങി. സാധാരണ അവിടെയുള്ള ഷോപ്പുകാരനൊക്കെ 60 ഉറുപ്പ്യക്കും 70 ഉറുപ്പ്യക്കും വിൽക്കുന്ന ഫോട്ടോ ഇവിടെത്തുന്ന ഓരോരുത്തർ 10,000 25,000 കൊടുത്തിട്ട് വാങ്ങാൻ തുടങ്ങി. ഈ മുസ്ലിം വിദ്വേഷം തലക്ക് കയറിയതുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി വരെ ഓളെത്തുന്ന ഫോട്ടോ മേടിച്ചാണ്. സാധാരണ രീതി നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അയാളടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ BJPൻ്റെ സംസ്ഥാന അധ്യക്ഷന് വരെ എത്തിപ്പെടണമെങ്കിൽ പ്രോട്ടോക്കോളുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു പ്രാദേശിക BJPൻ്റെ നേതാക്കന്മാർക്ക് വരെ കടത്തി വിടൂല. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്ത്, ഞാനിങ്ങനെ ഒരു മുസ്ലിം കലാകാരിയാണ്, അവളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആരെല്ലോ കൊണ്ടുപോയിട്ട് പ്രധാനമന്ത്രിക്കും അവിടുത്തെ MP സുരേഷ് ഗോപിക്കും എല്ലാം ഫോട്ടോ എടുപ്പിച്ച് ഓരോ ഫോട്ടോത്തിന് എത്രയാ ലക്ഷങ്ങൾ ഇത് സംഭാവനയായിട്ടാണ് കൊടുക്കുന്നത്. ഫോട്ടോത്തിൻ്റെ വില അല്ല. ഫോട്ടോത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 75 ഉറുപ്പ്യ 80 ഉറുപ്പ്യ 100 ഉറുപ്പ്യൻ്റെ താഴെ കിട്ടുന്ന ഫോട്ടോ 50,000-നും ലക്ഷത്തിനും വിറ്റിട്ട് ഈ പെണ്ണ് കോടീശ്വരിയായി. പക്ഷെ അവിടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എന്താ? ഓൾ ഇസ്ലാമിനെ എതിർത്തു. അല്ല, ഓൾ ഫോട്ടോ വരക്കുന്നത് മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാ, അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്നെ ബഹിഷ്കരിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഇവർ ഈ ഫോട്ടോ ഏറ്റെടുത്തത്. ലാസ്റ്റ് എന്തായി? ഇന്ന് തലേക്ക് ഇപ്പോൾ ഓളെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തവർ എന്നെ തലേ കൈവച്ച് നടക്കുക, നമ്മളോട് പറ്റിച്ചു. നോക്കുമ്പോൾ എന്താ ഫോട്ടോ ഇവള് വരക്കുന്നൊന്നുമല്ല, എന്തോ കാർബൺ കോപ്പി എടുക്കുന്നേ പോലും. ഇപ്പം അവർക്ക് പെട്ടപ്പോൾക്ക് ബോധ്യമായി. ഇങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കുന്നവരെല്ലാം ഗതി ഇതാ. ഒരു കാലത്ത് നമുക്കറിയാം, സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു.
റസൂലുള്ളാഹിനെ വിമർശിച്ച അവനിപ്പോൾ ആരെയും കേൾക്കുന്നുണ്ടോ? ഒരു തസ്ലീമ നസ്രീ എന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണുണ്ടായിരുന്നു. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്താ സംഭവിച്ചേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അള്ളാഹു എന്നെ വാക്ക് കൊടുത്തിയാണ്. എന്ത്? വറഫഅനാലക ദിക്റക്, നബിയെ തങ്ങളുടെ പേരിനെ നാം ഉയർത്തിയെന്ന്. അത് അള്ളാഹു ഒരാളെ ഉയർത്തിയാലേ വേറൊരാൾ വിചാരിച്ചാൽ അത് താഴ്ത്താൻ പറ്റുമോ? നമ്മൾ കുനൂത്തിൽ സ്വബഹിസ്കാരാന്നല്ലോ നമ്മൾ ദിവസം തുടങ്ങുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഫൈന്നക തഖ്ദി വലാ യുഖ്ളാ അലൈക് ഫൈന്നഹു ലാ യഇസു മൻ ആദൈത് വലാ യദില്ലു മൻ ആദൈത്. അള്ളാഹുവെ നീ ഉയർത്തിയവനെ താഴ്ത്താനോ നീ താഴ്ത്തിയവനെ ഉയർത്താനോ കഴിയില്ല എന്ന വിശ്വാസികളല്ലേ നമ്മൾ. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് തരക്കേടില്ല. ഈ പറഞ്ഞപ്പെട്ട ഇവരൊക്കെ ഇപ്പം ബി ജെ പിക്കാർ, ഞാൻ നേരത്തെ ആ പെണ്ണിൻ്റെ കഥ പറഞ്ഞ അതിരിക്കെ അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞിട്ട് അവർ തന്നെ ഇപ്പം വീഡിയോയിൽ പുറത്ത് വിടുന്നത് എന്താ? ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പാണ്, അതായത് ആണുങ്ങളെ വലയപ്പെടുത്തിയിട്ട് പൈസ പറ്റിച്ചെടുക്കുന്നവളാണ് അവർ പറയുന്നത്. അതേപോലെ ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട ഓരോരുത്തരും എന്തെങ്കിലും വൈകൃതമായ ഒരു ജന്മ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ്റെ നാട്ടിലോ സമൂഹത്തിലോ എനിക്ക് നിൽക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അവനെന്ത് ചെയ്യുമെന്നറിയോ? മറ്റു മതക്കാരെടുത്ത് അവരെടുത്ത് സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക, ഈ പരിപാടി നടക്കൂല എന്നുള്ള ബോധ്യം കൊണ്ടാണ് ഈ ഫ്രോഡുകളാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹിനെ പഴിക്കാനും എക്സ് മുസ്ലിമായി അറിയപ്പെടാനും ശ്രമിക്കുന്നത്. ഒരു മുഗീറത്ത് ബിൻ ശൂബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അയാൾ റസൂലുള്ളാഹിനെ പറ്റിയിട്ട്, റസൂലുള്ളാഹിൻ്റെ കുട്ടി മരിച്ചപ്പോൾ മുഹമ്മദ് കുറ്റിയറ്റവനാണ്, എനിക്ക് ഇനിയിപ്പോൾ പരമ്പരയില്ല എന്നുള്ള രൂപത്തിൽ പ്രചരണം നടത്തി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവന് പരമ്പരയില്ല. അതായത് അവൻ്റെ പരമ്പരയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തന്തയില്ല എന്ന് നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഇവർ അന്വേഷിച്ചു ഇവനോട്, നിൻ്റെ ഉപ്പയാരാ? അപ്പം പറഞ്ഞു, എൻ്റെ ഉപ്പ ശൂബ. അങ്ങനെ റസൂലൊന്നും ഒരിക്കലും പറയില്ല. അപ്പം ശൂബേൻ്റെ മോനാണ് നീയെങ്കിൽ നീ എനിക്ക് തന്തയില്ല എന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്തുനിന്ന് വരുമോ? അപ്പോൾ ഇയാൾക്കൊരു സംശയം. ഇയാൾ പോയിട്ട് സ്വന്തം ഉമ്മാനോട് അന്വേഷിച്ചു. നോക്കുമ്പോൾ ശൂബ ഇയാളെ ഉപ്പയല്ല, ഇയാളെ വീട്ടിലുണ്ടായിരുന്ന കുതിരക്കാരനാന്ന് ഇയാളെ തന്ത. അതോടുകൂടി അങ്ങേയറ്റ അപമാനിതനായി അവന് പിന്തിരിഞ്ഞു, നാട് വിട്ട് നശിച്ചുപോയി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ എക്സ് മുസ്ലിമായിട്ട് പരിചയപ്പെടുന്ന ഓരോരുത്തരുടെയും അവസ്ഥ. ഒരു ടീച്ചറുണ്ട് എക്സ് മുസ്ലിമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട, നല്ല വലിയ യൂട്യൂബ് വരുമാനം ചാനലൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ടീച്ചർ പറയുന്നത്, ഈ ടീച്ചറെ പറ്റിയിട്ട് പഠിച്ചു വന്നപ്പോൾ ടീച്ചറാണ്. നമ്മൾ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഏതോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്, അതിനാണല്ലോ ടീച്ചർ എന്ന് പറയുക. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ, ഏതോ യത്തീംഖാനയിലെ മദ്രസയിൽ പഠിപ്പിച്ചിന് ആ വകയിലുള്ള ടീച്ചറാണിത്രേ. പിന്നെ കുറേ ആൾക്കാരെല്ലാം കറക്കിയെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി വരുന്നു. ഇതൊക്കെയാണ് ഈ എക്സ് മുസ്ലിങ്ങളുടെ മനഃശാസ്ത്രം. സമുദായമേ വഞ്ചിതരാകരുത്. അവർക്ക് പോയിട്ട് കമൻ്റ് ഇടാനോ ലൈക്ക് ഇടാനോ അല്ലെങ്കിൽ എന്താ പറയുക തെറി പറയുന്ന കമൻറ്റ് പോലും ഇടാനോ അത് അവോയ്ഡ് ചെയ്യുക. ഒന്നിക്കൽ പറ്റുമെങ്കിൽ റിപ്പോർട്ട് അടിക്കുക. അത് മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. അതിനെല്ലാവരും ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറയുന്നത് പോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് കേൾക്കുന്നതും. രണ്ടും മഹാപാപം തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.